വേറെന്നല്ല ഭരതനാട്യം ടു മോഹിനിയാട്ടം ഇല്ലേ, അതിലെ സീനെ കുറിച്ച് തിരിച്ചതാ. 2-3 ദിവസം കാണാനുള്ള എന്തോ മാജിക് ആ സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇതെന്തോ പടമല്ലേ മലയാള സിനിമയില്. ഇമ്മാതിരി എണ്ണം പറഞ്ഞ ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ പടങ്ങൾ റയറാണ്. ആ പറഞ്ഞത് ശരിയാട്ടോ. മലയാളത്തില് ഇപ്പം ഏകദേശം എണ്ണം പറഞ്ഞ ഡാർക്ക് കോമഡികളിൽ ഒന്ന് തന്നെയായിരിക്കും. അഡൽട്ട് ജോക്സ് ഒന്നും പറയാണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോ ഭയങ്കര രസമാണ്, ഫുൾ ഫണ്ണാണ് താനും. അത് മാത്രല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ അവരുടെ ഓരോ റെഫറൻസുകളും ഒക്കെ കറക്റ്റ് ടൈമിങ് സാധനം. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ 7ാം റവിലെ പോലത്തെ ബേബീസിന്റെ അങ്ങനെ എല്ലാ പരിപാടികളും കൊള്ളാം. പിന്നെ പഴയ സിനിമയായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പരിപാടികള്. പക്ഷെ എനിക്ക് തോന്നുന്ന സാധനം പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ പറയണ്ട, എല്ലാവരും ഇപ്പൊ പടം ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായി, പക്ഷെ പിന്നെ നമ്മളെ കാണാൻ തോന്നിക്കുന്നത് ആൾക്കാരുടെ പെർഫോമൻസ് തന്നെയാ. വാഴ 2 ഒക്കെ ഇപ്പം ആ ഒരു ഡേറ്റില് അടുത്തായിട്ടൊക്കെ ഇറങ്ങിയ പടമാണ് ഇപ്പോഴും കേറി കൊത്തിയിട്ടുണ്ട്. അത് പോണില്ല, തിയേറ്ററിൽ നിന്ന് പോണില്ല. ചിരിക്കാനും മാത്രം അതിന് മാത്രം ഉണ്ട്. ആ ടൈറ്റിലാണെങ്കിലും എല്ലാം പൊള്ളിയാണ്. നമ്മുടെ ഷൈജു കുറുപ്പ് മുതല് ബേബി ജി വരെ അത്രയും പരിചയമുള്ളവരും എല്ലാം ഉണ്ട്. എല്ലാരും കിടിലൻ. മറ്റേ വഴിപോക്കനൊക്കെ ചെയ്യണ മനുഷ്യ ഒരേ പൊളി. മറ്റേ കിറ്റിന്റെ സാധനമൊക്കെ പറയണത് കിടിലൻ സാധനം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് കലാരഞ്ജിനി എന്ന് പറയുന്ന ഒരു പ്രതിഭയുടെ മറ്റേ അഴിഞ്ഞാട്ടാണ് പടം. എനിക്ക് എന്നെ വീണ്ടും വീണ്ടും ആ പടം കാണിക്കാൻ തോന്നിപ്പിക്കുന്ന മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കലാരഞ്ജിനി. അത് നീ പറഞ്ഞ ശരിയാണ്. കലാരഞ്ജിനി നല്ല അടിപ്പനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈമിംഗ് ഒക്കെ ഇല്ലേ എന്റെ പൊന്നോ, മറ്റേ ദേവിയായിട്ട് അതൊക്കെ ഭയങ്കര. ഇപ്പം ആ സിസ്റ്റേഴ്സിനെ എടുക്കാം, കലാരഞ്ജിനി, കൽപ്പന, ഉർവശി, 3 പേരും ഗോഡ്സ് ആണ്, അത് പറയാനില്ല. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാരഞ്ജിനിയാണ് എനിക്ക് തോന്നുന്നത്. ഈ കൽപ്പന ഉർവശിയൊക്കെ നമുക്ക് അറിയാം, അത് അവര് വേറെ അവര് കുറവല്ല, അവര് മാസാണ്. പക്ഷെ പലപ്പോഴും അത്രയും ഒരു ഇതിലോട്ട് വന്നില്ലെങ്കിൽ പോലും കലാരഞ്ജിനി ഉണ്ടല്ലോ ചക്കരയാണ്. അവരുടെ ഒരു അഴിഞ്ഞാട്ട പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു 1978 കണ്ടു വേണം ഇവര് ആദ്യമായിട്ടൊരു അങ്ങനെ, അതും വളരെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടാ ഇവര് വന്നേ. അപ്പൊ മുതൽ കൺസിസ്റ്റന്റ് ആണ് അവര്. ആ ഒരു സാധനം ഉണ്ട്. കോമഡി ഒക്കെ എത്ര രസമാണ്. ആ സിസ്റ്റേഴ്സിന്റെ 3 സിസ്റ്റേഴ്സും ആ കാര്യത്തില് ഇതാണ്. പക്ഷെ കലാരഞ്ജിനെ നമ്മൾ അത്ര മാത്രം കണ്ടിട്ടൊന്നുമില്ല. ഇതിനകത്തൊക്കെ ഒരു അഴിഞ്ഞാട്ടും പരിപാടിയാണ് വിളിക്കാൻ. മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നായിക എന്ന് പറയാതെ വയ്യ. ഹലോ, പുള്ളിക്കാരത്തി കുറെ കാലങ്ങളായിട്ട് സൗണ്ട് അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരത്തി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ഈ കലാരഞ്ജിനിയുടെ സൗണ്ട് അതൊരു പതിഞ്ഞ സൗണ്ട് പരിപാടി. അത് കാരണം കുറെ കാലം അവർക്കൊരു കൊടുക്കുക. പക്ഷെ ഈ കുറെ ലാസ്റ്റത്തെ പരിപാടിയിലൊക്കെ കുറെ വർഷങ്ങളായിട്ട് അവര് തന്നെ ഡബ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തിന്റെ കരിയറിൽ ഈ സൗണ്ട് പോകുന്നതും സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ഇവര് നായികയായിട്ട് അഭിനയിച്ച് തിളങ്ങി നിന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റേ ബ്ലഡിന് പകരം കൊടുത്തിട്ടുള്ള ആ മിശ്രിതം, അതെന്തോ കെമിക്കലായിരുന്നു, അത് കുടിച്ചിട്ടാണ് അവരുടെ സൗണ്ട് പോകുന്നത്. അത്രയും കാലം അതും കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരാളുടെ. പക്ഷെ പുള്ളിക്കാരത്തി അത് ആ ചെയ്ത ആളോട് ക്ഷമിച്ചു. പിന്നെ ആണെങ്കിലും ആ ഒരു പരിപാടിയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ കരിയറിൽ ഗ്രോത്തില് ചിലപ്പോൾ ആ സൗണ്ടും അവർക്ക് വേണ്ട രീതിയിൽ അന്ന് ഉപയോഗിക്കാൻ പറ്റാത്തത് അവരുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പടം കയറി കൊത്തി, ഇനി കൊത്തും തോറും പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് നല്ല രീതിക്ക് കയറി വരും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സുമാര് പുള്ളിക്കാരത്തിക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കുവാണെങ്കിൽ അവരുടെ ആ ഒരു ഫേസ് തന്നെ മാറിപ്പോവും. നമ്മുടെ ലെജൻഡുകളുടെ കൂട്ടത്തിൽ വരേണ്ട ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തി അല്ലേ. ഷീ ഈസ് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് അല്ലേ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല. മിടുക്കി കിടിലൻ പെർഫോമൻസ്. അതെ, രഞ്ജിനിക്ക് വേണ്ടി ഞാൻ ഇനിയും, കലാരഞ്ജിനിക്ക് വേണ്ടി ഞാൻ ഇനിയും പടം കാണും.